ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേന്ദ്രയുടെ XUV 700 ആണ്. അപ്പോൾ നമുക്കിന്ന് ഈ വണ്ടിയുടെ ഡ്രൈവ് റിവ്യൂ എല്ലാം നോക്കാം. ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ബോണറ്റ് ഓപ്പൺ ആക്കാം. ഇതൊരു 2.2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. വലിയ എഞ്ചിനാണ്, ഡീസലാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുക. ഇതാണ് ഈ വണ്ടിയുടെ എൻജിൻ സൗണ്ട് വരുന്നത്. ഫുള്ളി പാക്ഡാണ് വണ്ടി, അങ്ങനെ ഒരു സാധനവും പുറത്ത് കാണത്തില്ല. എൻജിൻ കവറിങ് ചെയ്തിട്ടുണ്ട്, ഫിൽട്ടർ ബോക്സിൻ്റെ ഫുൾ കവറിങ്, ഫുൾ പാക്ഡാണ് വരുന്നത്, ഇൻസുലേറ്റഡ് ആണ്. ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂം വരുന്നത്. നല്ല ഹെവി ബോഡിയാണ്. ഇതിൽ അഡാസ് ഫീച്ചറും കാര്യങ്ങളും വരുന്നുണ്ട്. ക്യാമറ, ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്, LED ഹെഡ് ലാമ്പ്, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രിൽ ഷേപ്പ്, പുതിയ മഹേന്ദ്രയുടെ ലോഗോ. അലോയ് വീൽസ്, 18 ഇഞ്ച് അലോയ് ആണ് വരുന്നത് ഇതിന്. 360 ക്യാമറ, ലെഫ്റ്റ് മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഇതിൻ്റെ ഡോർ ഹാൻഡിൽ ഈ ടൈപ്പ് ഡോർ ഹാൻഡിലാണ്, ഫ്ലഷ് ടൈപ്പ് ഡോർ ഹാൻഡിലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ. വലിയ വാഹനമാണിത്. LED ടെയിൽ ലാമ്പ്. നമുക്കിതിൻ്റെ ബൂട്ട് ഓപ്പൺ ആക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സ്പേസ് വരുന്നത്. 7 സീറ്റർ വാഹനമാണ്. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രസ് ചെയ്തിട്ട് രണ്ടും ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കിട്ടുന്നതായിരിക്കും. കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, സബ് ഊഫർ, പിന്നെ AC അഡ്ജസ്റ്റ് വരുന്നുണ്ട് ബാക്കിൽ, പിന്നെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, AC വെൻറ്റ്, സ്പെയർ ടയർ അടിയിലാണ് വരുന്നത്. ഇത് XUVയുടെ 700-ൽ AX7L എന്ന് പറയുന്ന വേരിയൻ്റാണ്. നമുക്കിതിൻ്റെ ബാക്ക് സീറ്റിലോട്ട് കിടക്കാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സ്പേസ് വരുന്നത്. വൈറ്റ് ഇൻറ്റീരിയറാണ്, ഗ്ലോസി ഫിനിഷ്, ഹാൻഡിൽ ബാർ വരുന്നുണ്ട്, പവർ വിൻഡോ, ഡ്യുവൽ AC വെൻറ്റ് വരുന്നുണ്ട്, ഹോൾഡർ വരുന്നുണ്ട്, ഒരു C ടൈപ്പ് ചാർജർ വരുന്നുണ്ട്. പിന്നെ സീറ്റിൽ തന്നെ നമുക്ക് സ്പേസ് ഉണ്ട്, ഫയലോ കാര്യങ്ങളോ വയ്ക്കാം. ഹാൻഡ് റെസ്റ്റ് ഉണ്ട്. ഹാൻഡ് റെസ്റ്റിൽ കപ്പ് ഹോൾഡർ. വലിയ ഹാൻഡ് റെസ്റ്റ് അല്ല, എന്നാലും ഒരു ഡീസൻറ്റ് സൈസ് ഹാൻഡ് റെസ്റ്റാണ്. വൈറ്റ് ഇൻറ്റീരിയർ ആയതുകൊണ്ട് വണ്ടി കാണാനായിട്ട് നല്ല രസമാണ്. സ്പീക്കർ വരുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സീറ്റിലോട്ട് കയറുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് മടക്കിയിട്ട് കയറുക, അങ്ങനെയാണ് വരുന്നത്. നമുക്കിതിൻ്റെ ഫ്രണ്ട് സീറ്റിലോട്ട് പോവാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് വ്യൂ വരുന്നത്. വലിയൊരു എൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. സിംഗിൾ സ്ക്രീനായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് തുടങ്ങുന്ന സിസ്റ്റം സെൻട്രൽ കൺസോൾ വരെ ഒറ്റ സിസ്റ്റത്തിലാണ് പോകുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്റ്റിയറിങ്ങിൽ ഒത്തിരി സ്വിച്ച് വരുന്നുണ്ട്. പവർ സീറ്റ്സാണ് വരുന്നത്. 3 മെമ്മറി മോഡുണ്ട്. മിറർ ഓട്ടോ അഡ്ജസ്റ്റ്, ഓട്ടോ ഫോൾഡ് ഫെസിലിറ്റി വരുന്നുണ്ട്. ഓട്ടോ ഫോൾഡിന് ഇവിടെ സ്വിച്ച് വരുന്നുണ്ട്, സ്വിച്ചിലാണ്. നല്ല പ്രീമിയം സ്വിച്ചസാണ് വരുന്നത്. ഇതിന് പ്രീമിയം സ്വിച്ചസാണ്, നല്ല ഹൈ ക്വാളിറ്റി സ്വിച്ചസാണ്. ലോക്ക്, അൺലോക്ക്, പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ, ഓട്ടോ ഹെഡ് ലാമ്പാണ്. ഓട്ടോ ഹെഡ് ലാമ്പ് നല്ല സ്മൂത്ത് സ്റ്റിയറിംഗ് ആണ് ഇതിൻ്റെ. പിന്നെ സോണിയുടെ സ്പീക്കർ സിസ്റ്റമാണ് ഫുള്ള് വരുന്നത്. ഫുള്ള് സോണിയുടെ സ്പീക്കർ സിസ്റ്റമാണ്.
ഇവിടെ ഒരു ട്യൂട്ടർ വരുന്നുണ്ട്, ഇവിടെയും ട്യൂട്ടറുണ്ട്. പിന്നെ സ്പീക്കർ ഇവിടെ ഡോർ ഇതിൽ വരുന്നുണ്ട്, ഡോർ പാനലിൽ. ഇതൊരു മാനുവൽ ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. 2200 cc എഞ്ചിനാണ്. ഡ്യുവൽ ക്ലൈമറ്റ് AC. ഇതിൽ 360 ക്യാമറ വരുന്നുണ്ട്. നമ്മൾ 360 ക്യാമറ നമുക്ക് ഇതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും, ക്യാമറ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും, സ്ക്രീൻ സേവർ ഇടാം, ഡ്രൈവ് മോഡുണ്ട്. ഡ്രൈവ് മോഡ് പല ടൈപ്പ് ഡ്രൈവ് മോഡുണ്ട്. സിപ്പ് മോഡുണ്ട്, സാപ്പ് മോഡുണ്ട്, സൂം മോഡുണ്ട്. പിന്നെ കസ്റ്റമൈസ് ചെയ്യാം നമുക്ക്. എൻഫർടൈൻമെൻറ്റിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതിൽ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, പിന്നെ ഫൺ വിത്ത് XUV എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻ്റ് ഉണ്ട്. അതിൽ വണ്ടിയുടെ പവറും കാര്യങ്ങളും എല്ലാം കാണിക്കും. പിന്നെ സ്മാർട്ട് എയർ ഫിൽറ്റർ വരുന്നുണ്ട്. കാർപ്ലേ. പിന്നെ ഇതിൻ്റെ സ്വിച്ചസ് ഇവിടെയാണ് വരുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സ്ക്രീനൊക്കെ ഇതിൽ നിന്നാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു റൊട്ടേറ്റർ ഉപയോഗിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓട്ടോ പാർക്കിംഗ് ബ്രേക്കാണ്. ഓട്ടോ ഹോൾഡ് അസിസ്റ്റ് വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ കീ ഹോൾഡർ ഇതിലാണ് വരുന്നത്. ഇതിൽ കാറിൻ്റെ കീ ഇതിനകത്ത് വയ്ക്കാം. പിന്നെ വയർലെസ് ചാർജർ വരുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ഒരു സ്പേസ് നമുക്കിവിടെ ഫോൺ വയ്ക്കാം, ഇല്ലെങ്കിൽ കാർഡോ കാര്യങ്ങളോ വയ്ക്കാം. പവർ ഔട്ട്ലെറ്റ് 2 എണ്ണം ഉണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ്, വെൻറ്റിലേറ്റഡ് സീറ്റ്സ്. പിന്നെ ലാമ്പ് വരുന്നുണ്ട്, വൈറ്റ് ലാമ്പാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫുൾ മൂൺ റൂഫ്. ഇതാണ് ഇതിൻ്റെ ഓപ്പണിങ്, ഫുൾ ഓപ്പണിങ് വരുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ജസ്റ്റ് മാറ്റ് മാത്രം മാറ്റി ഇട്ടേക്കാൻ പറ്റും. ഇങ്ങനെ ഫുൾ ഓപ്പൺ, വൈറ്റ് ഇൻറ്റീരിയർ ആയതുകൊണ്ട് ഫുൾ ഓപ്പൺ വരുമ്പോൾ നല്ല രസമാണ്, നല്ല വിസിബിലിറ്റി കിട്ടും. ഇതിൽ തന്നെ ടയർ ഡയറക്ഷൻ കാണിക്കും, ക്രൂസ് കൺട്രോൾ ഉണ്ട്, അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ഡീസൽ ആയതുകൊണ്ട് ആഡ് ബ്ലൂവിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ഡ്രൈവർ അറ്റൻഷൻ ലെവൽ കാണിക്കും, എത്രമാത്രം നമ്മൾ വണ്ടിയായിട്ട് ശ്രദ്ധയുണ്ടെന്ന്. ഇപ്പോൾ ഇതിൽ ഹൈയിൽ നിൽക്കുക, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് ലോയിലോട്ട് പോവും. പിന്നെ റോഡ് സ്പീഡ് കാണിക്കും. എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടിരിക്കുന്ന ഒരു SUV കാർ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. നമുക്കിതിൻ്റെ വണ്ടിയുടെ കീ കാണാം. ഇതാണ് ഇതിൻ്റെ മഹേന്ദ്രയുടെ കീ വരുന്നത്. ലോക്ക്, അൺലോക്ക്, ബൂട്ട് ഇതാണ് വരുന്നത്. നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡാണ് സ്വിച്ച് വരുന്നത്, വണ്ടി സ്റ്റാർട്ടായി. ഇതാണ് ഇതിൻ്റെ ക്ലസ്റ്റർ. ഇതിനകത്ത് തന്നെ ഈ ഫീച്ചേഴ്സിൽ ഫ്യൂൽ ഇൻഫോ, വെഹിക്കിൾ ഇൻഫോ, നാവിഗേഷൻ നമുക്ക് സ്ക്രീനിനകത്ത് കിട്ടും. പിന്നെ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമുക്ക് സൈഡ് ബ്ലൈൻഡ് വ്യൂ മിറർ ഇതിനകത്ത് ഓപ്പൺ ആവും. ലെഫ്റ്റ് ഇടുമ്പോൾ ലെഫ്റ്റ് ബ്ലൈൻഡ് വ്യൂ ഇതിൽ ഓപ്പൺ ആവും. പിന്നെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാൻഡിലങ്ങ് അടയും, കണ്ടോ. അൺലോക്ക് ചെയ്യുമ്പോൾ ഹാൻഡിൽ ഓപ്പൺ ആവും. ലോക്ക് ചെയ്യുമ്പോൾ ഹിൽ അസിസ്റ്റ് വരുന്നുണ്ട്, ESP കൺട്രോളുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡ്രൈവ് വ്യൂവിലോട്ട് പോവാം. സീറ്റ് ബെൽറ്റ്, മിറർ ചെക്ക്, റിയർ വ്യൂ മിറർ ചെക്ക്, സൈഡ് മിറർ ചെക്ക്. ഫസ്റ്റ് ഗിയർ ഡ്രൈവ്, ഫസ്റ്റ് ഗിയർ പാർക്കിംഗ് ബ്രേക്ക് ഡൗൺ, ഓക്കെ ഡ്രൈവ്. വണ്ടി ലോക്കായി. നല്ല സ്മൂത്ത് സ്റ്റിയറിംഗ് വീലാണ് മഹേന്ദ്രയ്ക്ക് വരുന്നത് ഇപ്പോഴും. പിന്നെ ഗിയർ ബോക്സും നല്ല ഗിയർ ബോക്സാണ്. ഇത് മാനുവലാണ്. നമുക്കൊരു വലിയ വാഹനം ഓടിക്കുന്ന ഒരു ഫീലേ വരത്തില്ല, നല്ല പവറുമാണ്.
നമുക്ക് ഈ റൊട്ടേറ്ററി നോബ് ഉപയോഗിച്ചാണ് ഇതിനെ ഫുൾ കൺട്രോൾ ചെയ്യുന്നത്. ഇതിൽ മഹേന്ദ്രയുടെ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഫുൾ മഹേന്ദ്രയുടെ ഓപ്ഷൻസും കാര്യങ്ങളും വരും. നമുക്ക് വണ്ടിയുടെ സ്പീഡ് എത്രയാണോ, ഈ റോഡിൻ്റെ സ്പീഡ് എത്രയാണോ, അതെല്ലാം നമ്മളിപ്പോൾ ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ വണ്ടി കാണിക്കും. കൊളീഷൻ വാർണിംഗ് അസിസ്റ്റ്, അഡാസ്. ഇപ്പോൾ ഈ റോഡിൻ്റെ സ്പീഡ് സബ് റോഡായതുകൊണ്ട് 30 കിലോമീറ്ററാണ്. 30 കാണിക്കും. ഇനി ബൈപ്പാസിലോട്ട് കയറുമ്പോൾ 80 ആകുമ്പോൾ അതിൽ 80 കാണിക്കും. സ്പീഡ് അറിയാൻ പറ്റും, ഓരോ റോഡിന് എത്രയാണ് സ്പീഡെന്ന്. ഇൻ കേസ് സ്പീഡ് ലിമിറ്റർ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്കതിൽ അറിയാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഇത് ലെഫ്റ്റ് സൈഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഫ്യൂൽ ഗേജും വരും. റൈറ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫുൾ ഡിസ്പ്ലേയിലാണ്, ഡിജിറ്റലാണ്. റൈറ്റ് ടെമ്പറേച്ചർ വരും. പിന്നെ ലെഫ്റ്റാണ് സ്പീഡോമീറ്റർ കാണിക്കുന്നത്, റൈറ്റാണ് RPM കാണിക്കുന്നത്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പല മോഡുണ്ട്, ഡ്രൈവിങ്ങിലും പല മോഡുണ്ട്. ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. സിപ്പ്, സാപ്പ്, സൂം, അങ്ങനെ 3-4 മോഡുണ്ട്. കസ്റ്റമൈസ് ചെയ്യാം. വണ്ടി അടിപൊളി വണ്ടിയാണ്, ഓടിക്കാനും നല്ല കംഫർട്ടാണ്. ലോങ്ങൊക്കെ നല്ല ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല പവറുമാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, 2.2 ലിറ്റർ എൻജിൻ. വണ്ടി ഇപ്പോൾ ലൈൻ അസിസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഓൺ ആയി കഴിഞ്ഞു. ക്രൂസ് മോഡ് ആക്റ്റീവായി. നമുക്ക് ഇവിടുത്തെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ക്യാമറ നമുക്ക് ഡ്രൈവിംഗ് ടൈമിന് തന്നെ ഓൺ ചെയ്യാൻ പറ്റും. റിയർ വ്യൂ നമുക്ക് ക്യാമറ വ്യൂ കിട്ടും, സൈഡ് വ്യൂ കിട്ടും, ബാക്ക് ഗൈഡ് ലൈൻസ് കിട്ടും. ഇപ്പോൾ നമ്മൾ ഡിവൈഡർ, വാഹനം, ലൈൻ, നമ്മുടെ വണ്ടി സെൻറ്ററാണോ സൈഡാണോ നമുക്ക് ഇതിലറിയാൻ പറ്റും. അല്ലാണ്ട് ബാക്ക് വ്യൂ വഴി അറിയാം. പിന്നെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും.
ഇപ്പോൾ ഒരു വാർണിംഗ് ലൈറ്റ് ഇത് വന്നായിരുന്നു, അതായത് കൊളീഷൻ പോസിബിൾ എന്ന് പറഞ്ഞിട്ട്. കാരണം പുള്ളി പെട്ടെന്ന് ബ്രേക്ക് കിട്ടി ആ ഫ്രണ്ടിൽ പോയ വാഹനം. അപ്പോൾ നമ്മളെ വണ്ടി ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ വണ്ടി സഡൻലി സ്വമേധയാ പോസ് ചെയ്തു. അപ്പോൾ വണ്ടിക്കൊരു ഡൗട്ട്, അത് ഒരു കൊളീഷന് വേണ്ടിയുള്ളതാണോ എന്നുള്ളത് വെച്ചിട്ട് വണ്ടി ഓൾറെഡി ഒന്ന് ബാക്ക് ചെയ്തു. ഇത് നമുക്ക് കൊളീഷൻ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഹൈ ലോ അങ്ങനെ നമുക്ക് തന്നെ ഇടാൻ പറ്റും. എത്രത്തോളം ഹൈ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഭയങ്കര എഫിഷ്യൻ്റായിട്ട് ബ്രേക്ക് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും വാഹനം. നമുക്ക് വാർണിംഗും തരും, സ്റ്റിയറിംഗ് വൈബ്രേഷനും തരും. ഫീഡ്ബാക്കായിട്ട് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നമുക്ക് സ്റ്റിയറിംഗിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മളിത് ഹൈ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെയിൽ ഗേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല, വേറൊരു വണ്ടിയുടെ മൂഡ് പിടിച്ച് പോകാൻ പറ്റത്തില്ല. നമ്മളൊരു ഡിസ്റ്റൻസ് വിട്ട് തന്നെ പോകേണ്ടി വരും. ഇല്ലെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഡിസ്റ്റൻസ് കീപ്പ് ആവും. കണ്ടോ, ഓട്ടോമാറ്റിക്കലി ബീപ്പ് ചെയ്യുക. കണ്ടോ, നമുക്ക് ഈ മാപ്പ് ഇതിൽ ഫുൾ സ്ക്രീൻ ആക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഫുൾ സ്ക്രീൻ ആക്കിയായിരുന്നു. അതായത് ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആവും. പിന്നെ വണ്ടിയുടെ സ്പീഡൊക്കെ അങ്ങ് താഴോട്ടാവും. അതായത് ഇപ്പം നമുക്ക് മാപ്പ് ഇപ്പോൾ ഇത് ചെറിയ രീതിയിൽ ഇപ്പോൾ ഇതങ്ങ് വലുതാവും. കണ്ടോ, ഫുള്ളായി. എന്നിട്ട് സ്പീഡൊക്കെ ലെഫ്റ്റ് സൈഡ് താഴെ, RPM താഴെ, ഗിയർ ഏതാണെന്നുള്ളത് വരും, ഗിയർ ഇൻഡിക്കേഷൻ, കിലോമീറ്റർ റീഡിങ്, ടെമ്പറേച്ചർ. ഇപ്പം മാപ്പ് ഫുള്ളായി. തിരിച്ചതേ കണക്ക് നമുക്ക് പഴയ പൊസിഷനിൽ പോകാൻ ഈ എൻറ്റർ ബട്ടൺ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പഴയ പൊസിഷനിലോട്ട് വരും. നമ്മൾ വണ്ടിക്ക് എത്ര ഫീച്ചേഴ്സ് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മാനുവലി നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഈ വണ്ടിയിൽ ഇപ്പോൾ കൊളീഷൻ വാർണിംഗ് ഉണ്ടാവും, ബ്ലൈൻഡ് സ്പോട്ട് ഇൻഡിക്കേഷൻ ഉണ്ടാവും, പലതും കാണും. പക്ഷെ നമ്മൾ മാനുവലി ശ്രദ്ധിക്കേണ്ട കുറേ ചെക്ക് ലിസ്റ്റ് വണ്ടി ഡ്രൈവിങ്ങിലുണ്ട്. അതെപ്പോഴും ശ്രദ്ധിക്കുക. വണ്ടിക്ക് ഉള്ളത് വണ്ടിക്ക് വിട്ടുകൊടുക്കുക, നമ്മൾ നോക്കേണ്ടത് നമ്മൾ നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കുറയും. ഒരുപാട് ഫീച്ചേഴ്സ് വരുമ്പോൾ നമ്മൾ വണ്ടിയെ മാത്രം വിശ്വസിച്ച് അങ്ങ് ഓടിക്കുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ എല്ലാം ഒരു സോഫ്റ്റ്വെയറാണ്. അതുകൊണ്ട് ഫുള്ളി നമ്മൾ അതിൽ മാത്രം എൻഗേജ് ആകാതെ നമ്മൾ നോർമൽ രീതിയിൽ മാനുവലി നോക്കേണ്ട മിറർ ചെക്കും കാര്യങ്ങളും ഇതെല്ലാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇല്ലെങ്കിൽ പിന്നെ അതൊരു ബുദ്ധിമുട്ട് വരും. വണ്ടി ഓടിക്കാൻ അടിപൊളിയാണ് ഈ വണ്ടി. നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളും, ഫുള്ളി ലോഡറാണ്, വെർത്താണ്. ഇപ്പോഴത്തെ ഈ ഒരു പ്രൈസിങ് റേഞ്ചിൽ XUV 700 നല്ലൊരു വെർത്ത് ഓപ്ഷനാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് വണ്ടിയിൽ. ബേസിക് അല്ല, ബേസിക്കിന് മേളിൽ എന്തൊക്കെ വരുന്നോ അതെല്ലാ ഫീച്ചേഴ്സും ഉണ്ട്.
എക്സ്ട്രാ ഓർഡിനറി ഒരു വെഹിക്കിളാണ്, വലിയ വണ്ടിയാണ്. പക്ഷേ വലിയ വണ്ടിയാണ് ഓടിക്കുന്നതെന്നുള്ളൊരു ഫീല് നമുക്കിത് വരത്തില്ല. അത്ര സ്മൂത്തായിട്ടാണ് ഒരു കമ്പനി അതിനെ ഫുള്ളി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. നമുക്കിതിൽ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ ഇൻഫോ, ഫ്യൂവൽ ഇൻഫോ, ഡ്രൈവർ ഇൻഫോ, അലേർട്ട് ഹിസ്റ്ററി. അലേർട്ട് ഹിസ്റ്ററി തന്നെ ഉണ്ട്, വാർണിങ്ങോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറിയാം. അതിൽ ഡ്രൈവ് ഇൻഫോ വന്നു കഴിഞ്ഞാൽ ഡ്രൈവ് ഇൻഫോയിൽ നമ്മുടെ ഡ്രൈവർ അറ്റൻഷൻ ലെവൽ കാണിക്കും, ട്രിപ്പ് എ, ട്രിപ്പ് ബി, പിന്നെ ടൈം കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഫ്യൂവൽ ഇൻഫോ, ഫ്യൂവൽ റേഞ്ചും കാര്യങ്ങളും, ഫ്യൂവൽ റേഞ്ച്, ആവറേജ്, പിന്നെ ഡെഫ് ലെവൽ, ഡീസൽ എക്സോസ്റ്റിൻ്റെ, പിന്നെ എക്കോ സെൻസ് വരുന്നുണ്ട്, ആവറേജ് സ്കോർ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ അത് വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വെഹിക്കിൾ ഇൻഫോ വരുന്നുണ്ട്. വെഹിക്കിൾ ഇൻഫോയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം വരുന്നുണ്ട്, ടയർ ടെമ്പറേച്ചർ വരുന്നുണ്ട്, പവർ ആൻഡ് ടോർക്ക് വരുന്നുണ്ട്. ഇത് മൂന്നുമാണ് വെഹിക്കിൾ ഇൻഫോയിൽ വരുന്നത്. പിന്നെ നാവിഗേഷൻ, പിന്നെ ഡ്രൈവർ അസിസ്റ്റ്. ഡ്രൈവർ അസിസ്റ്റ് വരുമ്പോൾ നമുക്ക് സ്പീഡ് കാണിക്കും. നമ്മൾ സീനിലായി നമുക്ക് എടുക്കാം, ഇവിടെ നോക്കിയെടുക്കണം. ഇത് ഭയങ്കര ഡേഞ്ചറായ ഒരു ഏരിയയാണ്. ഇത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇതൊരു പ്രത്യേക ഡേഞ്ചർ റോഡാണ്, മുക്കോലയ്ക്കൽ എന്ന് പറയും. എപ്പോഴും ശ്രദ്ധിച്ചു വേണം ഇവിടെ നിന്ന് യൂ ടേൺ എടുക്കാൻ. ലെഫ്റ്റ് പിടിച്ച് പോകാം. അവിടെ മരം മുറിക്കുന്നു. മരം മുറിക്കുവാണോ മരം ഒടിഞ്ഞു വീണതാണോ എന്നറിയത്തില്ല. ആ മരം മുറിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.